ആത്മാവിന്റെ അഭിഷേകം. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഇപ്പോഴ് അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഉടമ്പടി പ്രകാരമുള്ള നിങ്ങളുടെ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ വരുമാനം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ നടക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ടെസ്റ്റ് നടന്ന് പരീക്ഷ ഫലം പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാര്യം അവസാന നിമിഷം വരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടി പ്രകാരം ഒരു ടെസ്റ്റ് നടന്നാൽ റിസൾട്ട് വരണത് വരെ നമുക്ക് പ്രാർത്ഥിക്കാം. കാര്യം അവസാന നിമിഷം വരെ റിസൾട്ട് കർത്താവ് ചേഞ്ച് ചെയ്യും. അത് ഒത്തിരി സാക്ഷികൾ നമുക്ക് കേൾക്കുന്നുണ്ട്. ഇനി നമ്മൾ തോറ്റു എന്ന് പറഞ്ഞാലും പിന്നെ നമ്മൾ പ്രാർത്ഥിക്കും. ഏത് സമയത്ത് ഈ സംഭവം ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. കാര്യം അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞാനത് പെട്ടെന്ന് പറഞ്ഞല്ല, കുറേ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ് ഇങ്ങനെ പറയണത്. അന്ത്യ നിമിഷം കമ്പ്യൂട്ടറിൽ ഒരാൾ തോറ്റെന്ന് പറയും, എന്നിട്ട് മാർക്കും പറയും. പക്ഷേ പിന്നീട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത് നമ്മൾ ബൈ പേഴ്സൺ പോയി നോക്കുമ്പോൾ ചേഞ്ച് ചെയ്തിരിക്കണേ കാണാം. ഒരു സെക്കൻഡ് മതി ഇതൊക്കെ ചേഞ്ച് ചെയ്ത് മാറാൻ. നിങ്ങളവർക്ക് ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന്. അത് ദൈവത്തെക്കുറിച്ച് കാഴ്ചപ്പാട് ഇല്ലാത്തവരൊക്കെ അങ്ങനെ പറയും. പക്ഷെ നമ്മൾ ദൈവത്തെ കണ്ടുകൊണ്ടും 10,000 ദൈവത്തെ കണ്ടുകൊണ്ടാണ് ഓരോ ദിവസവും സാക്ഷ്യം കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ ഒരിക്കലും നിരാശപ്പെടരുത്. നിങ്ങളിപ്പോൾ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. അച്ഛൻ നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങളെല്ലാം കർത്താവിന് സമർപ്പിച്ച് എല്ലാ അപേക്ഷകളെയും അനുഗ്രഹമാക്കി എല്ലാ സഹനങ്ങളെയും സാക്ഷ്യമാക്കി ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ആവശ്യങ്ങളെപ്പോലും ഇപ്പോഴും നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോ കേൾപ്പിക്കാം. സന്തോഷത്തോടെയും പ്രത്യാശയോടെയും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോ, ഒന്നും അസാധ്യമില്ലാത്തവൻ, നല്ലവനായ ഈശോ, ഒന്നും അസാധ്യമില്ലാത്തവൻ, ഈശോ അന്തരി കാഴ്ച നൽകിയവന്, ഈശോ ചികടിന് കേളി നൽകിയവന്, ഈശോ ഊമന് സംഭാഷണം നൽകിയവന്, ഈശോ മഹോദരോഗ്യം സുഖപ്പെടുത്തവന്, ഈശോ മരിച്ചവനെ ഉയർപ്പിച്ചവന്, ഈശോ നിൻ്റെ തിരുനാമത്തിന് സ്തോത്രം നിന്ന് കർത്താവേ. നിൻ്റെ വിശുദ്ധ രക്തം ഓരോ ശരീരത്തിലും ഒഴുക്കണമേ. അസ്ഥിരോഗങ്ങൾ, വാതരോഗങ്ങൾ, ആന്തരിക അവയവ രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, കരട് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, അന്ത്രാസ് രോഗങ്ങൾ കർത്താവേ, പങ്ക്രിയാസിൻ്റെ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, കുടരോഗങ്ങൾ, അർസസ്, ഫിസ്റ്റുല, PCOD കർത്താവേ, മാസപ്പതിവുകൾ, ക്രമം തെറ്റുന്നവർ, ഇല്ലാത്തവർ, യേശു ക്രിസ്തു നാമത്തിൽ നടുവേദന, തലക്കൊണ്ട സ്പോണ്ടിലോസിസ്, തലവേദന, ശിരസ് രോഗങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോട്ടെ. രോഗങ്ങളെ സുഖപ്പെടുത്തുന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവേ. രോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ നന്ദി പറയുന്നു. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ, ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, ഉടമ്പടി പ്രകാരമുള്ള സന്താനങ്ങളുടെ പരാധീനതകൾ, പോരായ്മകൾ. ഇപ്പോൾ സന്താനങ്ങൾക്ക് ബുദ്ധിമാന്യമുള്ളവരുണ്ട്, ഓട്ടിസം ഉള്ളവരുണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരുണ്ട്, പിള്ളേർ പഠിക്കാത്തവരുണ്ട്, എപ്പോഴും മൊബൈൽ പ്രേമമായിട്ടിരുന്നുകൊണ്ട് കുനിഞ്ഞു കുത്തി ഇരിക്കുന്നവരുണ്ട്, കുടുംബ പ്രാർത്ഥനയ്ക്ക് വരാത്തവരുണ്ട്, ദൈവത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട സന്താനങ്ങളുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, അവരുടെ പരീക്ഷകൾ, അവരുടെ ജോലി, ഇങ്ങനെ പിന്നെ തെറ്റായ ഒത്തിരിയേറെ ദുശ്ശീലങ്ങൾ, ഇങ്ങനെ സന്താനങ്ങളെല്ലാം ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളുടെ ഭാഗമാണ്.
അതുകൊണ്ട് മക്കളെ മാത്രം, മക്കളില്ലാത്തവർ തൊട്ട് മക്കളുള്ളവരുടെ ഹൃദയഭാരം ഉൾപ്പെടെ കർത്താവിന് തിരുസരി സമർപ്പിക്കുന്ന സമയമാണ്. ശ്രുതികട ഹല്ലേലൂയ. മക്കളെ പ്രാർത്ഥിക്കുന്നു. മക്കളെ സ്പർശിക്കണമേ കർത്താവേ, മക്കളെ സ്പർശിക്കണമേ കർത്താവേ. കർത്താവേ, പലതരത്തിലുള്ള വിഷമതകള്, മക്കളെക്കുറിച്ചുള്ള വേദനകള്, മക്കളെക്കുറിച്ചുള്ള ഭാരങ്ങള്, മാതാപിതാക്കന്മാരെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് മക്കളെ വളർത്തി പുണ്യപൂർണ്ണമാക്കാൻ മക്കൾക്കുണ്ടാകുന്ന മുഴുവൻ ദുശീലങ്ങളെ, ദുരൂഹങ്ങളെ, മക്കളുടെ പഠനങ്ങളെ, പഠന തകർച്ചകളെ, ബുദ്ധി വൈകല്യങ്ങളെ, മനത്തകർച്ചകളെ, എപ്പിലെപ്സി, മക്കളുടെ ഓട്ടിസം, മക്കളുടെ ഹൈപ്പർ ആക്ടിവിറ്റി, മക്കളുടെ അപസ്മാര മനോരോഗങ്ങൾ, ഉറക്കമില്ലായ്മ, സംഘർഷങ്ങള്, മക്കളുടെ ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങള് യേശുനാമത്തില് സൗഖ്യമാകട്ടെ. കർത്താവായ ദൈവമേ, സന്താനങ്ങളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പാടാം. ഇരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. ഇരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ ഈ പച്ചം പ്രാർത്ഥിക്കാൻ പോകുന്നത് വരുമാന മാർഗം ഇല്ലാത്തവരെ, ഉള്ള വരുമാനം കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റാത്തവരെ, ജോലി തകർച്ച, പ്രൊമോഷൻ ഇല്ലാത്തവർ, അതുപോലെ ജോലി എടുക്കുന്ന പൈസ കിട്ടാതെ കുടുങ്ങിപ്പോയവർ, ജോലി ഇല്ലാത്തവർ, അതിങ്ങനെ ഓരോ ജോലിയൊക്കെ ചെയ്തിട്ട് വലിയ കടവും ബാധ്യതയുമായി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാതെ വാടക താമസിക്കുന്നവർ, സ്ഥലം നഷ്ടപ്പെട്ടവർ, സ്ഥലം വിൽക്കാനുള്ളവർ, സ്ഥലം വാങ്ങാനുള്ളവർ, വീട് വിൽക്കാനുള്ളവർ, ഇങ്ങനെ എല്ലാവർക്കും സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവ് മിശിഹായേ, ഈശോ 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 സ്പർശിക്കണമേ കർത്താവേ. പലതരത്തിലുള്ള മക്കള്, വേദനിക്കുന്ന മക്കള്, വേലയും കൂലിയുമില്ലാത്ത മക്കള്, വരുമാനമില്ലാത്ത മക്കള്, ഉള്ള വരുമാനം ജീവിക്കാൻ പറ്റാത്തവർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വരുമാന മാർഗങ്ങള്, സമൃദ്ധികള് ഉടമ്പടിയുടെ വാഗ്ദാന പ്രകാരം നിറഞ്ഞ് വസിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ കരങ്ങളടിച്ചുകൊണ്ട് നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് വിദൂര യാത്ര ചെയ്യുന്നവർ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടി ഒരുങ്ങുന്നവർ, പിന്നെ പണം കൊടുത്തിട്ട് കുടുങ്ങിപ്പോയവർ, വേറെ മാർഗമൊന്നുമില്ലാതെ വേദനിക്കുന്നവർ. ഇപ്പോഴേ കർത്താവ് വേറെ ഒരു വിഷയം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആമാശയം തിരിഞ്ഞുപോയി, എന്നിട്ട് വയറ് ബൾജ് ചെയ്തിരിക്കുന്നു. ആമാശയം നേരെ ഉള്ള സ്ഥലത്ത് നിന്ന് ചലനമായിട്ട് മാറിപ്പോയിട്ട് ആമാശയത്തിൻ്റെ പുറകു ഭാഗമാണ് വയറിൽ മുമ്പിലിരിക്കണത്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്വാസകോശങ്ങളെ സമർപ്പിക്കാൻ ഈശോ പറയുന്നു. കടന്നക്കൂട് പോലെയുള്ള ഭാഗങ്ങൾ കാണിക്കുന്നു. ശ്വാസകോശങ്ങൾക്ക് ആന്തരികമായ ദ്രവിപ്പുള്ളവരെ, കഫം തങ്ങി നിൽക്കുന്നവരെ, കഫം മാറാത്തവരെ, എപ്പോഴും ശ്വാസം മുട്ടുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ.
അങ്ങേക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യം പറയുന്നു. എൻ്റെ പേര് ജിൻസി ബിജു. ഞാൻ പള്ളുരുത്തി സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ജനുവരി 5-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഞാനിപ്പോൾ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ മകന് കിട്ടിയ ഒരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇവന് 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ ശേഷം +2-നൊക്കെ ഒരു സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവന് ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. നമുക്ക് അത്രയ്ക്കും നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റേറ്റ് സിലബസിൽ സയൻസ് ഗ്രൂപ്പൊക്കെ എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിക്കെപ്പോഴും നല്ല ധൈര്യം ഉണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്, മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ്, മാതാവേ, എൻ്റെ മോൻ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എനിക്കെൻ്റെ അമ്മേനോട് പറയണ പോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും എപ്പോഴും പറയാൻ പറ്റുമായിരുന്നു അമ്മയുടെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ്, എനിക്ക് മോന് അവിടെ അഡ്മിഷൻ കിട്ടണം, അവൻ ആഗ്രഹിക്കുന്ന പോലെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് തന്നെ പഠിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഒരു കരിയർ ഗൈഡൻസ് ഒന്നും എനിക്ക് വശമില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല. അപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചാൽ നല്ലതാവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആഗ്രഹിച്ച് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ മാതാവ് വ്യക്തമായി കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ നടത്തി തരുന്ന ദിവസങ്ങളാണ് പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത്. അപ്പോൾ അവന് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നല്ല മാർക്ക് കിട്ടി. സ്കൂൾ ടോപ്പേഴ്സിൻ്റെ ലിസ്റ്റിൽ എൻ്റെ മോൻ കയറി. അവന് നല്ല മാർക്കോടെ പാസ്സാകാൻ പറ്റി. +2-ന് അവൻ ആഗ്രഹിച്ചതുപോലെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാൻ സാധിച്ചു. +2-നും കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്ക് വാങ്ങിച്ച് പാസ്സായി. ഹയർ സ്റ്റഡീസിന് എന്തിനു പോകണമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ NDA ഒരു ഐഡിയ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും അത് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഉടമ്പടിയിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. NDA എക്സാമിന് ഫസ്റ്റ് എക്സാം അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ കാശ് രൂപമൊക്കെ കൊടുത്ത് ആ കാശ് രൂപം കൊണ്ടാണ് അവൻ എക്സാമിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ NDA എക്സാം നമുക്കെല്ലാവർക്കും അറിയാം, വളരെ ബുദ്ധിമുട്ടുള്ള എക്സാമാണ്. അപ്പോൾ അതവന് എഴുതിയെങ്കിലും 2 തവണ എഴുതിയെങ്കിലും അവന് പാസ്സാവാൻ സാധിച്ചില്ല. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ സമയത്താണ് അവൻ്റെ ശ്രദ്ധ നോട്ടിക്കൽ സയൻസിലേക്ക് തിരിഞ്ഞത്, മർച്ചൻ്റ് നേവി എഡ്യൂക്കേഷനിലേക്ക്. അപ്പോൾ അതിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ്, പക്ഷേ എനിക്ക് പേടിയായിരുന്നു. ഞാനത് അധികം പ്രോത്സാഹിപ്പിച്ചില്ല. ഞാൻ അപ്പോൾ തന്നെ എനിക്ക് നിരുത്സാഹപ്പെടുത്താൻ പേടിയുമായിരുന്നു. കാരണം എനിക്ക് നല്ലൊരു ഭാവിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത സ്ഥിതിക്ക് ഞാൻ നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവിന് അത് അർഹതയില്ലെങ്കിൽ അത് കൊടുക്കരുത്, അത് അവനെ മാതാവ് തന്നെ അത് മാറ്റിക്കളയണം, അവൻ ആ ചിന്ത തന്നെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ അവനത് താല്പര്യമുള്ളത് കൊണ്ട് അവനതിൽ തന്നെ ഉറച്ചു നിന്ന് പിന്നെ അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവനതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളതിലേക്ക്. അപ്പോൾ അതിനുള്ള എൻട്രൻസ് എക്സാം അവൻ എഴുതി പാസ്സായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ അതിന് ശേഷമുള്ള സ്പോൺസർഷിപ്പ് എക്സാമുകൾ എഴുതാൻ തുടങ്ങി. അതിനുവേണ്ടി മുംബൈയിലും ചെന്നൈയിലും ഒക്കെ പോയി പരീക്ഷ എഴുതി, ഓൺലൈൻ എക്സാമൊക്കെ എഴുതി. ചില എക്സാമൊക്കെ പാസ്സാകും, പിന്നീട് ഒന്നും അറിയില്ല അതിനെക്കുറിച്ച്. പിന്നെ ചില എക്സാമിന് ഇൻ്റർവ്യൂ പാസ്സാവും, സെക്കൻഡ് ഇൻ്റർവ്യൂവിന് അവർ വിളിക്കില്ല. അങ്ങനെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കണ, പൈസ ഒരുപാട് ഇങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കണ. ഓരോ തവണ പോകുമ്പോഴും ഒരുപാട് പൈസ ചിലവാകും. അപ്പോൾ നമ്മുടെ കയ്യിൽ സാമ്പത്തികവും ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ച് 1 വർഷത്തോളം ഇവന് ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിലൂടെ പോയി. ഒന്നും ഇവിടെ എത്തണില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കെപ്പോഴും ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, മാതാവിന് അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അത് കൊടുക്കാവുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഒരു പേടി തോന്നിയില്ല. പക്ഷേ ഇങ്ങനെ 1 വർഷമായപ്പോൾ തന്നെ വീട്ടിലേക്ക് തന്നെ ഇങ്ങനെ ഇരുന്ന് പുറത്തേക്കൊന്നും പോകാൻ പറ്റണില്ല. ആൾക്കാരെല്ലാവരും ചോദിക്കാൻ തുടങ്ങി, ഒന്നും ആയില്ലേ ചോദിക്കുമ്പോൾ ഇവനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവനുണ്ടായി. ഇവന് വല്ല ഡിപ്രഷനായി പോകുമോ എന്നൊക്കെ ഒരു പേടിയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാനും ഹസ്ബൻഡും വളരെയധികം വിഷമിച്ചു. ഞങ്ങളപ്പോൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കും. ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. ഇവന് വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ കൃപാസനത്തിൽ ഞാനും ഹസ്ബൻഡും കൂടെ ഒന്ന് പ്രാർത്ഥിക്കും, ഉടമ്പടിയിൽ പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയിലൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇവൻ ലൈറ്റ് ക്യാൻഡിലിട്ട് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. രാവിലെ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ലാസ്റ്റ് ചാൻസായി. ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് ഒരു വർഷം കൂടി നഷ്ടപ്പെടുത്തി കളയാൻ പറ്റാത്തത് കൊണ്ട് ഉടനെ തന്നെ ഈ ഒരു എക്സാമും കൂടി എഴുതിയതിന് ശേഷം ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്കിത് ഡ്രോപ്പ് ചെയ്യാമെന്നുള്ളൊരു നിലയിലേക്ക് എത്തി. അവസാനം ആ എക്സാം എഴുതാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കാശ് രൂപം മുറുക്കെ പിടിച്ച് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇവൻ ഫസ്റ്റത്തെ എഴുതിയ എക്സാം പാസ്സായി. അതിന് ജസ്റ്റ് നെക്സ്റ്റ് ഡേ തന്നെയായിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂ.
അതിനാ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിനും പാസ്സായി. പിന്നെ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള എക്സാമും ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. 600 പേരോളം എക്സാം എഴുതിയെങ്കിലും 15 പേര് മാത്രം സെലക്ട് ആയുള്ളൂ. അതിലൊരാൾ എൻ്റെ മോനായിരുന്നു. അപ്പോൾ അതൊരുപാട് അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. ഒട്ടും അവൻ്റെ പേരോടെ വിളിച്ച് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അത്രയ്ക്കും വലിയ അനുഗ്രഹമാണ്. പിന്നെ അതിനുശേഷം അഡ്മിഷൻ കിട്ടുമ്പോൾ തന്നെ ഇവർക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അപ്പോൾ തന്നെ ഓഫർ ലെറ്റർ കിട്ടും. പക്ഷേ ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടി, ജോലി കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് എക്സാം ഇതിന് നന്നായിട്ട് പഠിക്കണം, പഠിച്ച് അതിനുള്ള എക്സാം അപ്പിയർ ചെയ്യണം. അവർ കമ്പനി ആവശ്യപ്പെടുന്ന റിക്വയർമെൻറ്റ്സിനോട് മാർക്കോട് പാസ്സാവണം. അപ്പോൾ ഈ കോഴ്സിന് ചേർന്നപ്പോൾ മുതലേ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പോൾ ഈ അഡ്മിഷൻ കിട്ടിയതിന് തന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ ആശ്വാസമായതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് നന്ദിപൂർവ്വം പ്രാർത്ഥന ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോഴാണ് ഈ കോഴ്സ് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഓരോ എക്സാം വരുമ്പോഴും എന്നെ വിളിച്ച് പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും മോനെ വിഷമിക്കേണ്ട, നിന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുക, ബാക്കി ഈശോയും മാതാവ് നോക്കിക്കോളും, നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറയും. കാശുരൂപം അച്ഛൻ കൊടുത്ത കാശുരൂപം അവൻ്റെ കൊന്തയിലുണ്ട്. അവനെ കാശുരൂപം എപ്പോഴും തൊട്ട് പ്രാർത്ഥിക്കും. പിന്നെ ഉടമ്പടി വസ്തുക്കൾ എനിക്ക് ഉപ്പൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ അത് നാവിൽ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ എന്ന് ഞാൻ പറയും. അവനതുപോലെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ തുടങ്ങി ഞാൻ പറയേണ്ട, അല്ലാതെ തന്നെ അവനതെല്ലാം കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. പ്രാർത്ഥന കാര്യത്തിലും കൊന്തലിൻ്റെ കാര്യത്തിലും കിട്ടുന്ന സമയം കൊണ്ട് അവനത് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത് ഇപ്പോൾ ആ കോഴ്സ് കംപ്ലീറ്റായി. കമ്പനി ആവശ്യപ്പെട്ടതിലധികം മാർക്കോടുകൂടി എൻ്റെ മോൻ പാസ്സായി. പിന്നെ ഇപ്പോൾ അടുത്ത മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഡിസംബർ 7-ാം തീയതി അവന് ചെന്നൈയിൽ US-ൻ്റെ വിസയുടെ ഇൻ്റർവ്യൂ ആണ്. അതിനുവേണ്ടി പോകാനിരിക്കുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അടുത്തത് ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ട് ഓഫീസിലാണ് വർക്ക് ചെയ്യണത്. ഞാനവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് GST റിട്ടേൺ ഫയൽ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ഒരു അശ്രദ്ധ മൂലം എനിക്ക് വന്നൊരു തെറ്റ് കാരണം എൻ്റെ ഒരു ക്ലയൻറ്റിന് ഒരു 3.5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു. ഇത് ഇങ്ങനെയൊരു തെറ്റ് സംഭവിച്ച കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ക്ലയൻറ്റും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർക്കിത് കിട്ടാതെ ഇവരുടെ ബില്ല് പാസ്സാകാതെ വന്നപ്പോഴാണ് അവർ അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് ഈ മിസ്റ്റേക്ക് കൊണ്ടാണിത് ക്ലിയർ ആവാത്തതെന്ന് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവരത് എന്നെ സമീപിച്ച് പറഞ്ഞത് കറക്റ്റ് ചെയ്ത് തരണം, ഞങ്ങൾക്കിത് വലിയ നഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ്. ഈ 3.5 ലക്ഷം രൂപ നമ്മൾ വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് എനിക്കും അതും അഫോർഡബിൾ അല്ല, എനിക്കും അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആകെ വിഷമിച്ചു പോയി. പക്ഷെ ഞാനിത് നോക്കി ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇത് കറക്റ്റ് ചെയ്യാനുള്ള ടൈം കഴിഞ്ഞു പോയി. ഒന്നും ചെയ്യാൻ പറ്റൂല. ഞങ്ങൾ ശരിക്കും വിഷമമായി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഞങ്ങൾ ഉടമ്പടിയിലുള്ളവരാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് ലൈറ്റ് ക്യാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് കാശുരൂപം എടുത്ത് കൈ പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു കൊളീഗ് വന്നിട്ട് പറഞ്ഞ്, ഇപ്പോൾ ഞാനത് ഈ പ്രശ്നം അറിയുന്നത് ഒക്ടോബർ മാസത്തിലാണ്. ഒക്ടോബർ മാസം 20-ാം തീയതി വരെ 2 വർഷത്തേക്ക് മുന്നേക്കമുള്ള ഒരു എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഞങ്ങളും കുറേ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് ഒരു 2 ദിവസം മുന്നെയാണ് ഞങ്ങൾ അറിയണത്. ഒരു മാസം കഴിഞ്ഞിട്ടാണ്, അടുത്ത മാസമാണ് ഞങ്ങൾ ഈ മിസ്റ്റേക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ആ ഒരു സമയം തന്നെ മാതാവ് എനിക്കത് കാണിച്ചു തരികയും അതിനുള്ള റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു മാർഗവും മാതാവ് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞാനത് ഉടനെ തന്നെ അത് പറഞ്ഞത് ചെയ്യിപ്പിച്ച് ഞാൻ സഹകരിച്ചത് ചെയ്ത് ആ പ്രശ്നം സോൾവ് ആയി. ക്ലയൻറ്റിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിക്കും അത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിച്ചു. ഇതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. പിന്നെ ഞാൻ കാര്യപ്രവൃത്തി ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ആൾക്കാരെയൊക്കെ പോയി, രോഗികളെയൊക്കെ പോയി കാണാറുണ്ട്. ഹോസ്പിറ്റലാണെങ്കിലും പോയി കാണാറുണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ മുന്നിൽ വന്ന് വരുന്ന ആൾക്കാർ, എൻ്റെ കണ്ണിൽ പെടുന്ന ആൾക്കാരെ എല്ലാവരും ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ സഹായിക്കാറുണ്ട്. പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി ഞാനെടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ ഇപ്പോൾ എനിക്ക് പറ്റുന്ന സഹായം ഞാൻ നേരിട്ടോ അല്ലാതെ ഫോണിലൂടെ വിളിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ പ്രാർത്ഥനാ സഹായമാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റണത് പോലെ ഞാൻ സഹായിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം വാങ്ങിച്ചിട്ട് ക്രൈസ്തവ മേഖല അക്രൈസ്തവ മേഖലകളിലും കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫോൺ ഞാൻ ആവശ്യമുള്ളവർക്ക് ഞാൻ കൊടുക്കും. അച്ഛൻ്റെ ക്ലാസ് കൂടാനായിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇപ്പോൾ വീടിനടുത്തുള്ള ആളുകൾക്കാണെങ്കിൽ ഇപ്പോൾ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും
പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്കൊക്കെ ഒരു കേൾക്കാനായിട്ട് അവർക്ക് ചിലപ്പോൾ സ്മാർട്ട് ഫോൺ ഉണ്ടാവില്ല, അവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ അവർക്ക് കൊടുത്തിട്ട് അവരോടത് കേട്ടോളാൻ പറയും. അതവിടെ കൊടുത്തിട്ട് ഞാൻ പിന്നെ അതങ്ങനെ അത് ശീലമായി. പിന്നെ അത് എല്ലാവരും വന്ന് എൻ്റെ അടുത്ത് ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനെ അത് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ മുടങ്ങാതെ കൂടാറുണ്ട്. അത് ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടും. അത് മറ്റുള്ളവരോട് കൂടാനായിട്ട് അത് പറയുകയും ചെയ്യും. അതിൻ്റെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാറുമുണ്ട്. അതിൽ കൂടി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഡെയിലി നമുക്ക് നമ്മുടെ ഡെയിലി നീഡ്സ് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം അച്ഛനോട് ഓർത്തോർത്ത് പ്രാർത്ഥിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതെല്ലാം നമുക്ക് അനുഗ്രഹങ്ങളായിട്ട് കിട്ടുന്ന എല്ലാം മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് സാക്ഷ്യപ്പെടുത്തും. എൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഞാൻ സാക്ഷ്യത്തിൽ ഓരോരുത്തരോട് പറഞ്ഞത് കൂടണം എന്ന് പറഞ്ഞ് എല്ലാവരോടും പറയാറുണ്ട്. എൻ്റെ പേര് ആനി. ഞാൻ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്ന് വരുന്നു. എനിക്ക് ഈശോയും അമ്മമാതാവും തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനൊരു സ്കൂൾ നേഴ്സായിട്ട് ഖത്തറിൽ വർക്ക് ചെയ്യുമായിരുന്നു 2016 മുതൽ. അപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഞാൻ സ്കൂൾ നേഴ്സാണെങ്കിലും എനിക്ക് നല്ല സാലറിയും നല്ല ഫെസിലിറ്റീസും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ നേഴ്സിംഗ് സ്കിൽസ് എല്ലാം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 5 വർഷത്തോളം ഞാൻ സ്കൂൾ നേഴ്സായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരുപാട് ആഗ്രഹമായിരുന്നു ഒരു ബെഡ് സൈഡിലേക്ക് മാറണമെന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു, ഇത്ര എക്സ്പീരിയൻസ് ലാഗായില്ലേ, ഇനി നിനക്ക് ഒരു ബെഡ് സൈഡ് പറ്റത്തില്ല, ഹോസ്പിറ്റലിൽ ആരും എടുക്കത്തില്ല എന്നൊക്കെ. ആ സമയത്താണ് ഞാൻ കൃപാസനത്തെപ്പറ്റി കേൾക്കുന്നത്. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവിനോട്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ഞാൻ ഉടമ്പടി അന്ന് എടുത്തിട്ടില്ലായിരുന്നെങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ഞാൻ ചെല്ലുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നോട് പറഞ്ഞത്, ആനി നീ രണ്ടും കൽപ്പിച്ച് റിസൈൻ ചെയ്യ്, നിനക്ക് കിട്ടും. അവൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന, കൃപാസന മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവളുടെ പേര് ജോയിസ് എന്നാണ്. അവളിപ്പോൾ സൗദിയിലാണുള്ളത്. അന്ന് സൗദിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നിനക്ക് കിട്ടും, നീ രണ്ടും കൽപ്പിച്ച് റിസൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മാനേജറിനോട് പറഞ്ഞു. മാനേജർ പറഞ്ഞു, നീ എന്തിനാ ഈ പൊട്ടത്തരം കാണിക്കുന്നത്, നിനക്ക് ഒരു ജോലി ഇല്ലാതാവും, ഇപ്പം നിനക്ക് നല്ല സാലറി ഉണ്ട്, എല്ലാ ഫെസിലിറ്റി ഉണ്ട്, നീ ഇവിടെ ലക്ഷറി ലൈഫിലാണ് ഉള്ളത്, നിനക്ക് എന്തിനാണ് ഒരു ബെഡ് സൈഡിലേക്ക് നോക്കുന്നത്, നീ ഒരു ബെഡ് സൈഡ് നോക്കി നിനക്ക് കിട്ടത്തില്ല. കാരണം ഇത്രയും ഒരു സ്കൂൾ നേഴ്സ് എന്ന് പറയുമ്പോൾ നിനക്കറിയാലോ, യാതൊരു പേഷ്യൻ്റ് കെയർ സ്കിൽസും ഇല്ല, ജസ്റ്റ് പിള്ളേരുടെ ടെമ്പറേച്ചർ മാത്രമേ നോക്കുന്നുള്ളൂ, ആ ഒരു സ്കിൽ വെച്ച് നിനക്ക് ഒരിക്കലും ഒരു ഹോസ്പിറ്റലിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കൂട്ടുകാരി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരി എന്നോട് പറഞ്ഞു, നീ ആത്മാർത്ഥമായിട്ട് ആനി നീ ഒന്നും വിചാരിക്കേണ്ട, ഞാനാ പറയുന്നത്, മാതാവാണ് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ റിസൈൻ ചെയ്യ്. അപ്പോൾ ഞാൻ എൻ്റെ മാനേജറിന് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തിട്ടും പുള്ളിക്കാരി എൻ്റെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. നീ എന്തിനാണ് ഇത്രയും നീ നല്ലൊരു സ്റ്റാഫ്, നിനക്ക് ഇനി എന്ത് സാലറി ഇനി കൂട്ടി വരണം, നിനക്ക് ഞാൻ എന്താണ് ഇനി ചെയ്തു തരേണ്ടത്, അതെല്ലാം ഞാൻ ചെയ്തു തരാം, നീ ഇവിടുന്ന് പോകരുത്, നിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞാനൊരു ഇൻ്റർനാഷണൽ സ്കൂളിലെ നേഴ്സായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻ നിന്നെ വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല മാഡം, എനിക്ക് ഒരു ബെഡ് സൈഡിലേക്ക് പോകണം, എനിക്കൊരു ഹോസ്പിറ്റലിലേക്ക് പോകണം, എനിക്ക് കാർഡിയോളജി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിലേക്ക് എനിക്ക് തിരിച്ചു പോകണം, അതിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു നേഴ്സായിട്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 5 വർഷം വർക്ക് ചെയ്തിട്ട് 2021 ജൂണോടെ ഞാൻ ആ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ എനിക്ക് കൃപാസന മാതാവിനോട് കൂടുതൽ ഞാൻ അടുക്കുമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. എന്നും ദിവ്യബലി കൊള്ളുകയും ജപമാല ചെല്ലുകയും ചെയ്യുമായിരുന്നു. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെല്ലാം ആത്മീയ കാര്യങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു. ഞാൻ ഓൺലൈനിൽ OET പഠിക്കാനായിട്ട് ചേർന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ. 2 മാസത്തോളം ഞാൻ ഓൺലൈനിൽ OET പഠിക്കുകയും 3-ാമത്തെ പ്രാവശ്യം ഞാൻ മാതാവ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ മാതാവിനോട് ചോദിക്കും. അപ്പോൾ എനിക്ക് തന്നെ കിട്ടും. ഞാൻ തന്നെ എങ്ങനെയോ എനിക്ക് ഡേറ്റ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ വരുമായിരുന്നു. അങ്ങനെ ഞാൻ 2 മാസം ഓൺലൈനിൽ പഠിച്ചു. പിന്നെ ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. എക്സാം എടുത്തിട്ടും എനിക്ക് ഡേറ്റ് എടുത്തിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുമായിരുന്നു, ഇത് കിട്ടുമോ, ഇത് കിട്ടാനുള്ളതാണോ എന്ന്. പക്ഷേ മാതാവ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ 4 മൊഡ്യൂളിലും ബി തന്ന് പാസ്സാകാൻ സഹായിച്ചു. അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും തന്ന അമ്മ മാതാവും ഈശോ തന്നൊരു അനുഗ്രഹം. അതുപോലെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ആത്മീയ കാര്യങ്ങൾ മറ്റുള്ളവർക്കുള്ള സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ട്യൂഷൻ ഫീസ് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അതിന് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത ഒരു ചേച്ചി സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പത്രങ്ങൾ
വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ അന്ന് മുതൽ എൻ്റെ വാട്സപ്പിൻ്റെ DPയും എൻ്റെ ഫേസ്ബുക്കിൻ്റെ സ്റ്റോറിയും കവർ പേജും എല്ലാം കൃപാസന മാതാവിലേക്ക് ഞാൻ തിരിഞ്ഞു. വേറെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. അന്ന് തൊട്ട് എൻ്റെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് കൃപാസനം അമ്മയാണ്. അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടും ഇത്ര ഏജായി, എനിക്ക് 37 ഇയേഴ്സായി, എനിക്കൊരു കുഞ്ഞിന് വേണമായിരുന്നു. കുഞ്ഞിനായിട്ട് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. അതോടെ ഞാൻ OET പാസ്സായിട്ട് ഞാൻ UK-യിൽ എനിക്ക് ഇൻ്റർവ്യൂ, അതും ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂവിലും മാതാവ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാകാൻ സാധിച്ചു. അതുപോലെ കാർഡിയോളജി ഒരു വാർഡ്, ഏതെങ്കിലും ഒരു വാർഡിൽ തന്നെ ഒരു ജോലി കിട്ടിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ കാർഡിയോളജി വാർഡിലോ ഏതെങ്കിലും ഒരു കിട്ടിയാൽ എനിക്ക് ഒത്തിരി സന്തോഷമാകുമായിരുന്നു. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകാൻ മാതാവ് അതിന് സഹായിച്ച് ഞാനൊരു കാർഡിയോളജി ICUവിലെ സീനിയർ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ്. അതുപോലെ കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ കുഞ്ഞ് എനിക്ക് മിസ്കാരേജ് ആയിപ്പോയി. അപ്പോൾ ഞാൻ ഒരു 10 ദിവസത്തെ ലീവ് എടുത്ത് നാട്ടിൽ വന്ന് അച്ഛനെ കാണാനിടയായി. അച്ഛൻ പറഞ്ഞു, അത് കഴിഞ്ഞ വർഷമാണ് 2024 ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വരുന്നത്. 2024 ഓഗസ്റ്റിൽ 10 ദിവസത്തെ ലീവ് എടുത്ത് വന്നപ്പോഴാണ് അച്ഛനെ കാണുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ വർഷം തന്നെ നീ ക്യാരിയിങ് ആകും, നിനക്ക് മാതാവിൻ്റെ പേരിടാനുള്ളൊരു മകളെ തന്നെ മാതാവ് തരും നിനക്ക് എന്ന് പറഞ്ഞ് എൻ്റെ കവളെ തട്ടി അച്ഛൻ എന്നെ വിട്ടു. ഞാൻ 2024 ഡിസംബറിനുള്ളിൽ ഒക്ടോബറിൽ ക്യാരിയിങ് ആയി. എനിക്ക് 2025 ജൂലൈ 3 ആരോഗ്യമുള്ള ഒരു മകളെ തന്ന് അനുഗ്രഹിച്ചു. മകളുടെ പേര് മറിയം ലിജിൻ, മാതാവിൻ്റെ പേര് തന്നെ ഇടാൻ മാതാവ് അനുഗ്രഹിച്ചു. മാതാവും ഈശോയും തന്ന ഈ കോടാനുകോടി അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു.